നമ്മൾ എല്ലാ സമയവും പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്താറുണ്ടല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. രാത്രി പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിച്ച് ധ്യാനിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞൊക്കെയാണ് കടന്നുറങ്ങുന്നത്. ഒരു സായാഹ്ന പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. സങ്കീർത്തനം 141 നമ്മൾ ആ സങ്കീർത്തനം മുഴുവനായിട്ട് വായിക്കുന്നില്ല. സായാഹ്ന പ്രാർത്ഥനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും പോകുന്നില്ല. അതിനകത്ത് ഒരു കുഞ്ഞു വചനമുണ്ട്. ആ കാര്യം നമ്മളൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകണം. കാരണം നമ്മളെല്ലാവരും ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ നാക്കിൻ്റെ ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതായത് നമുക്ക് ആഗ്രഹമുണ്ട് നല്ലതൊക്കെ പറയണമെന്ന്, ചീത്തയൊന്നും പറയരുത്, നുണയൊന്നും പറയരുത്, സത്യസന്ധമായിട്ടൊക്കെ ജീവിക്കണം, അബദ്ധങ്ങളൊന്നും പറയരുത്, കുറ്റം പറയരുതെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ വീണ് പോകാറുണ്ടല്ലേ ചില സമയത്ത്. ഒരു സുഖം, ഒരു കുറ്റം പറയാനും ഒരു പരദൂഷണമൊക്കെ പറയാനും ചിലപ്പോൾ അത് കേട്ടിരിക്കാനൊക്കെ ഉള്ളൊരു ഒരു സന്തോഷമൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് എൻ്റെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റണേന്ന്. ചിലപ്പോൾ വീട്ടിലേക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമായിരിക്കും, ചൊറിഞ്ഞ് മാന്തുമായിരിക്കും. എന്നാലും നാക്കൊന്ന് അടക്കി പിടിക്കണം. കാരണം നമ്മളും കൂടെ വല്ലതൊക്കെ പറഞ്ഞാൽ വീട്ടിൽ വലിയ അടിയാകും എന്നൊക്കെ നമുക്കറിയാം. കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അല്ലേ? ഈ നാക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. നാക്ക് വല്ലാത്തൊരു ആയുധമാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നവൻ വിജയിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. 141 സങ്കീർത്തനം ഒരു സായാഹ്ന പ്രാർത്ഥനയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം നാവിനൊരു കൺട്രോൾ കിട്ടാനുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥനയാണ്. നല്ലൊരു വചനാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്. 141 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം: കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണേ. കർത്താവേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് അങ്ങ് എൻ്റെ നാക്കിന് കൺട്രോൾ ഇട്ടേക്കണേ. ഒരു ചങ്ങലയും പൂട്ടും ഒക്കെ ഇട്ട് കർത്താവെ നീ എന്നെ ഒന്ന് സംരക്ഷിച്ചേക്കണേ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു സുന്ദരമായ പ്രാർത്ഥനയാണ്. ചില സമയത്ത് ഇന്ന് ചിലപ്പോൾ അങ്ങനത്തെ നാക്കും കൊണ്ട് ചില അബദ്ധങ്ങളൊക്കെ പറ്റിക്കാണും. പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞാണ്, ചീത്ത പറഞ്ഞു പോയി കാണും, ദേഷ്യപ്പെട്ട് കാണും, ആരെങ്കിലുമൊക്കെ മുറിപ്പെടുത്തി കാണും, ചുമ്മാ ഒരു രസത്തിന് നുണയും കുറ്റവും പരദൂഷണവും ഒക്കെ പറഞ്ഞു പോയി കാണും. നാളെ ഇത് ഉണ്ടാവരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ ആദരങ്ങൾക്ക് കാവലേർപ്പെടുത്തണേ. ഈശോയുടെ കരങ്ങളിലേക്ക് ഈ നാവിൻ്റെ കുറവുകളെ, നമ്മുടെ സംസാരത്തിൻ്റെ ചില കുറവുകളെ, ചിലപ്പോൾ ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞു പോകുന്ന അവസ്ഥ എല്ലാം സമർപ്പിക്കുക. നാവിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്നറിയോ? നിങ്ങൾ ഈ വചനഭാഗം പറഞ്ഞുതരാൻ പോകുന്ന വചനഭാഗം നല്ല സമയമെടുത്ത് ധ്യാനിക്കണം കേട്ടോ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായമാണ്. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് ധ്യാനിക്കണം. പ്രഭാഷകൻ 28-ന്റെ 13 ഇങ്ങനെയാണ്: പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വിക്ടിംസ് ആയിരിക്കാം, ഇരകളായിരിക്കാം. ആളുകൾ നമ്മളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞത്, ഏഷണി പറഞ്ഞതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഇതൊരു വലിയ അപകടമാണ്. ഒരാളെക്കുറിച്ചും മോശമായിട്ട് പറയരുതെന്ന്, ഒരു കുറ്റം പറയരുതെന്ന്. 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ: അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങളെ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ സ്ട്രോങ് ആയിട്ട് നിന്ന പലതിനെയും തകർക്കാൻ വേണ്ടിയിട്ട് ഈ അപവാദം, ഈ കുറ്റാരോപണങ്ങൾ, പരദൂഷണം, ഏഷണിയൊക്കെ കാരണമായിട്ടുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ വിക്ടിംസ് ആയിട്ടുണ്ടാകാം. നമ്മൾ ഒരാളെ പോലും പരദൂഷണം പറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോക്ക്, നമ്മൾ രണ്ടുപേര് കൂടുമ്പോൾ സിമ്പിൾ റൂളാണ്. രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ ഇല്ലാത്ത മൂന്നാമത്തെ ആളെ കുറിച്ച് മിണ്ടിപ്പോരുത്. ചിലപ്പോൾ മൂന്നാമത്തെ ആൾ അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാളെ കുറിച്ച് കുറ്റം പറയാനൊക്കെ ഒരു പ്രവണത, ഒരു പ്രലോഭനം നമ്മുടെ ഉള്ളിൽ വരാം. അതൊരു റൂളായിട്ട് എടുക്കുക. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടുമ്പോൾ ഈ മൂന്നാമത്തെ ആളെ കുറിച്ച് സംസാരിക്കില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഓർത്തേക്കണം. ഇപ്പൊ നമ്മൾ ആ മൂന്നാമത്തെ ആളെ കുറിച്ച് സംസാരിച്ചാൽ നാളെ അവർ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ നിങ്ങളെക്കുറിച്ചും കൂടെ സംസാരിക്കും. അത് അപകടമായിട്ട് മാറും എന്നുള്ളത് നന്നായിട്ട് അറിയാം. മറ്റൊരു വചനം ശ്രദ്ധിക്കണം. 17-18 വാക്യങ്ങളാണ്. ചാട്ടുകൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. അയ്യോ, അതൊന്ന് ശ്രദ്ധിച്ചേ. നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരുന്നു. മനുഷ്യരെ കൊല്ലാക്കോല ചെയ്യാൻ വേണ്ടിയിട്ട് വരെ ഈ നാവിനെ കൊണ്ട് പറ്റുന്നു. അനുഭവം ഉണ്ടോ? നല്ല രസമാണ്. 18-ാം വാക്യം: വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. ഈശോ തന്നെ പറയുന്നില്ലേ, കോപിക്കരുത് എന്നുള്ളത്. കാരണം കൊലപാതകത്തെക്കാട്ടും വലിയ സംഭവമാണ് ഈ നാവ് കൊണ്ട് നടത്തുന്ന ചില പ്രയോഗങ്ങൾ. മനുഷ്യരെ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ സങ്കടത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. പ്രിയപ്പെട്ട സൗരങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ ഒരു ബോറടി തോന്നല്ലേ? നമ്മൾ അതിന്റെ വിക്ടിംസ് ആയിട്ടുണ്ട്. പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞതോ ശപിച്ചതോ കോപിച്ചതോ ഒക്കെ എന്തൊരു വലിയ മുറിവായിട്ടാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. വീണ്ടും പറയുന്നു, നമ്മൾ കാരണം ഒരാളും അവരുടെ അസ്ഥി തകരാനോ അവരെ വീഴ്ത്തപ്പെടാനോ ഇടയാവരുത്. ഒരു വചനം കൂടെ വായിച്ചത് അവസാനിപ്പിക്കാം. പ്രഭാഷണ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ: വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. അതാണ് നമ്മൾ സങ്കീർത്തനം 141-3 വായിച്ചത്. കാവലേർപ്പെടുത്തണമെന്ന്. 26-ാം വാക്യം: നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. അതായത് നിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് ഉണ്ടാവല്ലോ. ഒരു നാവ് കൊണ്ട് ഒരു തുണ പറയരുത്, ഒരു തെറ്റായ കാര്യം പറയരുത്, അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് മോശം പറയരുത്, പരദൂഷണം പറയരുത്, ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് മിണ്ടിപ്പോരുത്. അങ്ങനെ സംസാരിച്ചാൽ അത് ചിലപ്പോൾ നിന്നെ നാളെ വീഴ്ത്താനുള്ള ഒരു ആയുധമാക്കി
അവർ ഉപയോഗിച്ചേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് വളരെ സ്പിരിച്വലായിട്ടും പ്രാക്ടിക്കലായിട്ടും കൂടെ ചിന്തിക്കണം കേട്ടോ. നാവ് കൊണ്ടൊരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ വരരുത്. ചില സമയത്ത് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പറ്റിപ്പോകുന്നുണ്ട്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 141:3, എൻ്റെ നാവിന് കാവലേർപ്പെടുത്തണമേ, എൻ്റെ അധരങ്ങൾക്ക് കടിഞ്ഞാണിടണമേ എന്ന് പ്രാർത്ഥിക്കുക. നാവ് കൊണ്ട് വന്നുപോയ എല്ലാ തെറ്റുകൾക്കും ഈശോ മാപ്പ് നൽകട്ടെ. ഒരാളെ പോലും നമ്മുടെ സംസാര രീതി കൊണ്ട് വിഷമിപ്പിക്കാതിരിക്കാനുള്ള ഒരു കൃപ ലഭിക്കട്ടെ. ആരുടെയെങ്കിലും വാക്കുകൾ മൂലം നിങ്ങളിലേക്ക് വന്നിട്ടുള്ള എല്ലാ മുറിവുകളെയും ഈശോയുടെ സാന്നിധ്യം സൗഖ്യപ്പെടുത്തട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചെല്ലാം നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാൻ കൃപ ലഭിക്കട്ടെ. നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ളവർ നല്ലത് പറയാനൊരു ജീവിതം, നമ്മുടെ ജീവിതം അഭിഷേകമായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.